അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. വലിച്ചു കയറ്റണ സജനയില്ലേ, ഞാൻ എന്റെ പൊന്നെ, ഞാൻ എന്താ ഉറക്കം വരുന്നു. ഞാൻ ഇട്ട് കണ്ടുണ്ട്. ഞാനെല്ലാം ആവശ്യം വന്നാലും എല്ലാം എടുത്ത് ഞാൻ ഇടും. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. വലിക്കണം, വലിച്ചു കയറ്റണതും, കിറിങ്ങി നടക്കണതും, പാട്ട് പാടണതും, ബോധമില്ലാണ്ട് കറങ്ങണതും ഒക്കെ ഉണ്ട്. വെറുതെ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ തന്നെ ഇവളുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടിട്ട് റസൂൽ പൂക്കുട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇടും, എന്നിട്ട് അവള് തന്നെ ഡിലീറ്റ് ചെയ്യും. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞു. ഇത് പറയാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എത്ര ബന്ധങ്ങള്. മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ആ അബുദാബിയിലൊക്കെ ആദ്യമായിട്ട് സജന വന്നു കഴിഞ്ഞിട്ട് എന്താ പറയാ, അവരൊക്കെ എറിഞ്ഞിട്ടിട്ടാ പോയത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ രക്ഷപ്പെട്ട് ഓടുക സജനയുടെ അടുത്തുനിന്ന് ഈ ആണുങ്ങൾ. പിന്നെ സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി ഈ അടി പിടി വെടി. ഇതാണല്ലോ സിനിമ. പുല്ലുതിന്ന് ക്ലാവായിട്ട് പോയി പാലിക്കുന്ന പശുവായിട്ട് വന്നു. പിന്നെ കൂടുതൽ ഉപദേശി റസൂൽ പൂക്കുട്ടി തന്നെ കേട്ടോ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ലോക്കാക്കാം. അയാൾക്ക് എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റുപോകും. ഞാൻ ഇത്രേ പറയുള്ളൂ, റസൂൽ പൂക്കുട്ടിക്ക് ഇത് തന്നെ വേണം. അയാളുടെ വൃത്തികെട്ട ക്യാരക്ടറിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറിയ ഒരു അലമ്പ് ക്യാരക്ടറാണ് സജന. തെറ്റിപ്പോയി. സജന 100 സജന കോടി എന്ന് തന്നെ പറയണം. 100 അവൾ ഒതുങ്ങൂല, അവള് കോടിയിലേ ഒതുങ്ങുള്ളൂ. ദുബായിൽ വന്നിട്ട് ഗ്ലൂട്ടാത്തയോണ്ട് എടുക്കാൻ പറ്റാണ്ട് എന്റെ ദൈവമേ ഒരു സമാധാനവും തന്നിട്ടില്ല. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ഏതോ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എടാ എനിക്ക് ഗ്ലൂട്ടാത്തയോണ്ട് എടുക്കണോടാ, കുറച്ച് പൈസ കൊടുക്കുവാന്ന് പറഞ്ഞിട്ട്, അതായത് ഇവള് അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവള് കടം വാങ്ങിക്കുന്നത്. അയ്യോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വേസ്റ്റ് ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തില്. ജീവിക്കാൻ വേണ്ടി പലരും എന്തും ചെയ്തോട്ടെ, ഇത് ചതിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ കൂട്ടുകൂടുന്ന ഒരു വ്യക്തി. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ. ഞാൻ എന്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്ക് വേണ്ടി അവൾ അവരുടെ അടുത്ത് പൈസ വേണം നീ ഇത്തരക്കാരനാന്ന് വിചാരിച്ചിട്ടാ. പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. മതി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.